ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് വെയിറ്റ് ലോസിൻ്റെ 8ാമത്തെ ദിവസത്തെ മീൽസ് പ്ലാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും സ്കിപ്പ് ചെയ്യാതെയും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡേ 1 തൊട്ട് ഡേ 7 വരെയുള്ള മീൽസ് മെനു എന്തായാലും ഒന്ന് ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് കഴിച്ചു നോക്കാം. 70 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം, എന്തായാലും കുറയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുക, അതേപോലെ തന്നെ നല്ല റിസൾട്ട് എടുക്കുക. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ നിർത്തുക. എന്നിട്ട് നമ്മുടെ ഹെൽത്തിന് ഇഷ്ടപ്പെട്ട, അതായത് നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന രീതിയിൽ ഡയറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഡയറ്റ് ഉണ്ട്, കാപ്സ്, പ്രോട്ടീന്, വാട്ടർ ഡയറ്റ്, അങ്ങനെയൊക്കെ. അത് മാത്രമല്ല, ഇത് നമ്മൾ ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ ലോ ബഡ്ജറ്റിൽ നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു റെസിപ്പീസൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നിങ്ങളെ സപ്പോർട്ട് വീണ്ടും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡേ 20 വരെ എന്തായാലും വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്കും കിട്ടട്ടെ, എനിക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ 8ൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം, ഇന്നത്തെ മീൽസ് മാൻ. അപ്പോൾ ഈസിയാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട്. അപ്പോൾ എന്നും രാവിലെ തന്നെ ഡിറ്റോക്സ് ട്രൈ ചെയ്യുക. ഡ്രിങ്ക് എടുക്കുക, ഒരു ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് രണ്ടോ മൂന്നോ റാഗി ഇഡ്ഡലി എടുക്കുക, അതിൽ ചട്നിയും കൂട്ടിയിട്ട്. പിന്നെ ഒരു ഗ്രീൻ ടീ. ഇനി മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് നമുക്ക് റാഗി സ്മൂത്തി എടുക്കാം. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ലഞ്ചിൻ്റെ മെനു ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുട്ട ഓംലേറ്റ് അടിച്ചിട്ട്, പിന്നെ ഒരു ബൗൾ നിറയെ വെണ്ടക്കാപ്പേരി, പിന്നെ ഒരു കുക്കുംബർ പകുതി സ്ലൈസ് ചെയ്തതും ഉപ്പും കുരുമുളകും തൂക്കിയിട്ട് കുടിക്കാം. ഈവനിങ് ഓപ്ഷനായിട്ട് നമുക്ക് ഒരു ABC ജ്യൂസ് എടുക്കാം കേട്ടോ. പിന്നെ ഡിന്നർ ഓപ്ഷനായിട്ട് നമുക്ക് ഒരു ബോള് ഓട്സ് കുറുക്കിയതും, അത് ആൽമണ്ട്സൊക്കെ ഇട്ടിട്ടോ നട്ട്സ് ഇട്ടിട്ടോ ഒക്കെ കഴിക്കാം. പിന്നെ അതിന് ശേഷം ആഫ്റ്റർ ഒരു ഗ്രീൻ ടീ കൂടി എടുക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. 1 മണിക്കൂറോളം എന്തായാലും വാക്കിംഗ് എക്സസൈസോ അല്ലെങ്കിൽ വർക്കൗട്ടോ എന്തെങ്കിലും. അപ്പോൾ ഇന്നത്തെ ഡേ 8ൻ്റെ മീൽസ് മെനു കണ്ടല്ലോ, ഈസി അല്ലേ? അപ്പോൾ നമ്മുടെ ABC ജ്യൂസും റാഗി സ്മൂത്തിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോയി കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുടിക്കുക, നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി അല്ലേ ഈ വെയിറ്റ് ലോസ്? അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ പറയാനുള്ളത്, വെള്ളം നന്നായിട്ട് കുടിക്കണം. 3 ലിറ്റർ 75 കിലോന് മേലേക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ 4 ലിറ്റർ വെള്ളം, 75 താഴോട്ടും 75 കിലോ ഉള്ളവരാണെങ്കിൽ 3 ലിറ്റർ രാത്രി ആകുമ്പോഴേക്കും സിപ്പായിട്ട് കുടിച്ചു തീർക്കാം. പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും 1.5 ലിറ്ററോ 2 ലിറ്ററോ കുടിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് രാത്രി ആകുമ്പോഴേക്കും പിന്നെയും ബുദ്ധിമുട്ടി കുടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. സിപ്പായിട്ട് വെള്ളത്തെ കുറേശ്ശെയായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുക. അല്ലാതെ ഇത്രയും സമയം കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു ബോട്ടിൽ മൊത്തം ഒന്നും കുടിച്ചു തീർക്കരുത്. അതൊക്കെ നമുക്ക് ശരീരത്തിന് കേടാണ്. കുറേശ്ശെ രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ളത്, നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സ്, അതിൽ മാങ്ങ, ഏത്തപ്പഴം, ഈത്തപ്പഴം ഇതൊക്കെ ഒന്ന് കുറക്കാൻ ശ്രമിക്കുക. പിന്നെ റാഗി സ്മൂത്തീൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടു, ശർക്കര ഉപയോഗിക്കാൻ പറ്റുമോ? ശർക്കര, പഞ്ചസാര അതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. പിന്നെ തീരെ കഴിക്കാൻ പറ്റാതെ ഒരു വൊമിറ്റിംഗ് ഒക്കെ വരികയാണ് എന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രമാണ് ശകലം ഒരു ടേബിൾ സ്പൂൺ ഒക്കെ നല്ല ഒറിജിനൽ ഹണി ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ചെടുക്കാന്ന് പറയുന്നത്. അതും ഓട്സ് കുറുക്കിയതിലേക്കോ അല്ലെങ്കിൽ റാഗി സ്മൂത്തിയിലേക്കോ അങ്ങനെയൊക്കെ എന്തിലേക്കാണെങ്കിലും കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാന്ന് പറയുന്നത്. അല്ലാതെ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും കഴിക്കരുത്. നമ്മൾ ടാർഗറ്റ് വെയിറ്റിൽ എത്തിയതിന് ശേഷം നമ്മൾ പിന്നെ 4 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴോ ഡയറ്റ്, 1-2 ദിവസം ഡയറ്റ് എടുക്കുക. പിന്നെയും സാധാരണ നോർമലി ലൈഫിലാകത്ത് അമിതമായി ഭക്ഷണം കഴിക്കരുത്. ഒരു ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് ഒരു മെഷർ കണക്കിനും ഒക്കെ കഴിച്ചിട്ട് ഇടയിൽ ഇങ്ങനെയൊക്കെ ഡയറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വെയിറ്റ് കൂടില്ല, അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഇടയ്ക്ക് ഒരു 4 ദിവസം കൂടുമ്പോൾ ഡയറ്റ് ചെയ്യുക, 2 ദിവസം കൂടുമ്പോൾ ഡയറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ഓരോ ട്രിക്കുകളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡേ 20 ഡേൻ്റെ മുമ്പ്. ഒന്നാമത്
ഇവിടെ 19ാമത്തെ വീഡിയോയിൽ ഞാൻ ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടി നിങ്ങളെ ടാർഗറ്റ് വെയിറ്റിന് വേണ്ടി എന്തായാലും ശ്രമിക്കുക. വെയിറ്റ് ലോസ് എന്തായാലും ഉറപ്പാണ്. 20 ദിവസം കൊണ്ട് 10 കിലോ. അപ്പം ഇന്നത്തെ മീൽസ് മെനു എളുപ്പമല്ലേ? അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്. അസ്സലാമു അലൈക്കും. ബൈ.